കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി വൈപ്പിൻ നിയോജക മണ്ഡലം വനിതാ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ചെറായി മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ വെച്ച് കേരള ജനമൈത്രി പോലീസ് ട്രെയിനർ KP അജേഷ് മോട്ടിവേഷൻ എന്റർടൈനർ ബിസിനസ് പ്രോഗ്രാമുകളെ ആസ്പദമാക്കി ക്ലാസ് എടുത്തു. വൈപ്പിൻ നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ജിഷ രമേശ് യോഗത്തിൽ പങ്കെടുത്തവർക്ക് സ്വാഗതം ആശംസിച്ചു. വനിതാ വിംഗ് പ്രസിഡന്റ് മേരി ജോയുടെ അധ്യക്ഷതയിൽ KVES വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സുബൈദ നാസർ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു. യോഗത്തിൽ ആശംസകൾ നേർന്നുകൊണ്ട് നിയോജക മണ്ഡലം വനിതാ കോർഡിനേറ്റർ VK ജോയി, ചെറായി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് AK മോഹനൻ എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ വൈപ്പിൻ നിയോജക മണ്ഡലത്തിലെ വനിതാ വിങ്ങിന്റെ മെമ്പർമാരും നേതാക്കളും പങ്കെടുത്തു. ചെറായി മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി KD ഇന്ദ്രജിത്ത്, ട്രഷറർ KB മോഹനൻ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നികേഷ് മോഹനൻ, പ്രവർത്തകരും യോഗത്തിൽ വേണ്ടത്ര സൗകര്യങ്ങൾ ഒരുക്കി. വനിതാ വിംഗ് ട്രഷറർ രാജി അംബരീഷ് നന്ദി പറഞ്ഞു. ഇതുപോലെ അതിനെ കാണേണ്ടതാണ്. നമ്മളെല്ലാവരും വ്യാപാരികളാണ്. നമുക്കറിയാം, വ്യാപാരികളുടെ ജീവിതം ഒരിക്കലും ഫ്രീ ആയിട്ടിരിക്കില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ സ്ത്രീകളായിട്ടുള്ള വ്യാപാരികളാണെങ്കിൽ വീടിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ ഉള്ള ജോലി മുഴുവൻ ചെയ്ത് കട തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കടയിൽ ചെന്നു അവിടെ സഹായിച്ച് ജോലിയെടുത്ത് വീണ്ടും വീട്ടിൽ വന്നിട്ട് അവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നും ഒരു ആദ്യം പിടിച്ച ഒരു ലൈഫിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നിയോജകമണ്ഡലത്തിന്റെ ട്രഷറർ രാജി അംബരീഷ്, എൻ്റെ മുൻ ജില്ലാ സഹപ്രവർത്തകരായിട്ടുള്ള രാജേശ്വരി, മറ്റേ ആളുകളൊക്കെ, ഉഷ, എല്ലാവരും സദസ്സിലുണ്ട്. ബാക്കി ചെറായി യൂണിറ്റിന്റെ പ്രിയപ്പെട്ടവർ. ഇതൊരു പ്രസംഗത്തിനൊന്നും പ്രസക്തിയില്ല, കാരണം ഞാൻ അല്പം താമസിച്ചു. അതിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. പോരുന്ന വഴിയിൽ ഒരു വലിയ വാഹനം ലോഡേറ്റി വന്നത് വണ്ടി റോഡ് ക്രോസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ബ്ലോക്കായി പോയി വെടിമറ ഭാഗത്ത്. അതുകൊണ്ടാണ് സാധാരണ എല്ലാ പരിപാടിക്കും ആദ്യമേ നിങ്ങളെ കാത്തിരിക്കാറാണ് പതിവ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി ക്ഷമ പറയുകയാണ്. സാറ് താഴെ എത്തിയിട്ടുണ്ട്, ഭക്ഷണമൊക്കെ കഴിച്ച് ഉഷാറായിട്ട്. അജേഷ് സാറിന്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ കൂടെ നേരത്തെ ജിഷ മേരി ചേച്ചിയൊക്കെ സൂചിപ്പിച്ചൊരു കാര്യമാണ്. നമ്മൾ ഇന്നിവിടെ ഈ നിയോജക മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒത്തുകൂടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, നമുക്കൊരു മോട്ടിവേഷൻ പ്രോഗ്രാം നടത്തണം, വനിതാ വിങ്ങിൻ്റെതായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ നമ്മൾക്ക് കൊണ്ടുവരണം എന്നൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ആ ഒരു നല്ല ലക്ഷ്യത്തിന് വേണ്ടി കാലാവസ്ഥ പോലും നമുക്ക് അനുകൂലമായി മാറി എന്നുള്ളതാണ്. ഇന്നലെയും ഇന്നൊക്കെ രാവിലേക്കുള്ള സമയത്ത് നമ്മൾ എന്താ പറയുക, സ്കൂൾ പോലും പൊതുവധിയാക്കിയൊക്കെ മാറ്റി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ അത്രയേറെ ബുദ്ധിമുട്ടുകളുള്ള 2 ദിവസങ്ങളാണ് ഈ ഒരു കാലവർഷത്തിന്റെ കെടുതി കൊണ്ട് മുന്നോട്ട് പോണത്. ഇപ്പോൾ എവിടെ ചെല്ലണുണ്ടോ അവിടെയൊക്കെ ഒരു പോസിറ്റീവ് എനർജി കൊടുത്തിട്ടാണ് സാർ തിരിച്ചു പോകാറ്. പത്രത്തില് ഒരു എന്താ പറയുക, മഴയുടെ വെള്ളമൊക്കെ വീണ ശബ്ദമൊന്നും ഇല്ലാണ്ട് വളരെ സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്നാൽ വളരെ ഒച്ചപ്പാടും ബഹളവും പാട്ടുമൊക്കെ ആയിട്ട് വളരെ രസകരമാക്കി കുറച്ച് മണിക്കൂറുകൾ നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. അധ്യക്ഷനും അതുപോലെ ഈ യോഗത്തിന്റെ അധ്യക്ഷനായ മേരി ജോയി, നമ്മളുടെ വനിതാ വിങ്ങിന്റെ ജില്ലാ പ്രസിഡന്റും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റുമായ സുബൈദ നാസർ, നിയോജകമണ്ഡല സെക്രട്ടറി ജിഷ രമേശ്, അതുപോലെ ട്രഷറർ രാജി അംബരീഷ്, എത്രയും സ്നേഹം നിറഞ്ഞ വനിതാ വിങ്ങിന്റെ പ്രവർത്തകരും യൂണിറ്റിന്റെ അംഗങ്ങൾ. ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യം ഇവിടെയില്ല. പിന്നെ 2 വാക്ക് പറയണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം നമ്മളിപ്പോൾ അത്യാവശ്യം ഇരിക്കുന്നത് നമ്മൾ അജേഷ് സാറിൻ്റെ ക്ലാസ് കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ പേരിൽ എല്ലാ അംഗങ്ങൾക്കും ഇങ്ങനെ നല്ലൊരു ക്ലാസ് അറേഞ്ച് ചെയ്യുവാൻ വൈപ്പിൻ നിയോജകമണ്ഡലം വനിതാ വിങ്ങിനെ സാധിച്ചതിൽ ഏറ്റവും കൃതജ്ഞനാണ് ഞാൻ. കാരണം വനിതാ വിങ്ങിൻ്റെ കോർഡിനേറ്ററായിട്ട് വൈപ്പിൻ നിയോജകമണ്ഡലത്തിൽ എന്നെ നിയമിച്ചപ്പോൾ 14 യൂണിറ്റിലും വനിതാംഗ പ്രവർത്തിക്കുന്നതിനായിട്ട് ഇപ്പോഴും 8 യൂണിറ്റുകളിലേ ആയിട്ടുള്ളൂ. ഇനിയും 6 യൂണിറ്റുകളിൽ കൂടി വരാനുണ്ട്. ഏതായാലും അതിനുള്ള ശ്രമം തുടർന്ന് നടത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വനിതാ വിങ്ങിൻ്റെ വൈപ്പിൻ നിയോജകമണ്ഡലം തന്നെ ഇതിലേക്ക് മുൻകൈയെടുത്ത് ഈ ഒരു ക്ലാസ് നടത്തുവാനായിട്ട് തയ്യാറായപ്പോൾ അതിലും ഏറ്റവും കൂടുതൽ ഇതിനെ ഈ ക്ലാസ് ഇവിടെ വെച്ച് നടത്താനുള്ള സന്തോഷത്തോടുകൂടി ഒരു അനുമതിയാണ് ഞങ്ങൾ ആദ്യം നൽകിയത്. നിങ്ങൾക്ക് കേൾക്കണം, അത് തന്നെയാണ് ഇതിൻ്റെ ആവശ്യം. അജേഷ് സാറിൻ്റെ ആ മഹത്വവും ആ ക്ലാസിൻ്റെ പ്രസൻറ്റിലുള്ള
ആ ഒരു ഇടുപ്പും എല്ലാം ഇവരിലൂടെ ഞങ്ങൾക്ക് വിവരിച്ചു തന്നതാണ്. പക്ഷെ ഞങ്ങൾ അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ വൈപ്പിനിൽ നമ്മുടെ തീരദേശ തീര പരിപാലനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ തീരദേശവാസികൾ വൈപ്പിൻ റോഡ് ഉപരോധിച്ചിരിക്കുന്ന ഈ ടൈമിൽ കുറേ ആളുകൾക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റാതിരിക്കുകയാണ്. അവർക്ക് അതിൽ അറ്റൻഡ് ചെയ്യാനുണ്ടായ സൗഭാഗ്യം നഷ്ടപ്പെട്ടു പോയതിൽ ഞങ്ങൾക്ക് എന്നൊക്കെ വിഷമമുണ്ട്. നമ്മളുടേതായ എല്ലാ ആളുകളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ക്ഷണിച്ചിട്ടുണ്ട്. ഈ നിയോജകമണ്ഡലത്തിൽ എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട്. നമസ്കാരം പറയുമ്പോൾ നമ്മുടെ കൈകൾ എങ്ങനെ ആയിരിക്കണം? നമസ്കാരം ഇരുന്നുകൊണ്ടാണോ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്? അപ്പൊ തന്നോളൂ. ഇപ്പോഴും അല്ലല്ല, ഇരിക്കാറായില്ല, നമസ്കാരം ആയിട്ടില്ല. ആ കയ്യിലുള്ള സാധന സാമഗ്രികളൊക്കെ ഒന്ന് താഴെ വെച്ചേ. എന്നിട്ട് സർവശക്തനായ ജഗദീശ്വരൻ തന്നിരിക്കുന്ന വലത് കൈയും ഇടത് കൈയും അവനവന്റെ ഹൃദയത്തിന്റെ ഭാഗത്തൊന്ന് കൂപ്പിപ്പിടിച്ചേ. ഇതാണ് യഥാർത്ഥ നമസ്കാരം. ഇരുന്നു. അപ്പൊ ഇനി എപ്പ നമസ്കാരം കൊടുത്താൽ എങ്ങനെ ആയിരിക്കണം? കൈകൾ കൂപ്പിപ്പിടിക്കണം, എഴുന്നേറ്റ് നിൽക്കണം. അതൊരു കൊച്ചു കുഞ്ഞിനോട് നമസ്കാരം പറഞ്ഞാലും അവിടെ പ്രായമൊന്നും നോക്കണ്ട. അപ്പോ എൻ്റെ പേര് അജേഷ്. ഇനി അത് ആവർത്തിക്കുന്നത് ആവർത്തന വിരസതയാവും. എൻ്റെ വീട് എറണാകുളം ജില്ലയിലെ പിറവം മാമലശ്ശേരി. ധാരാളം വ്യാപാര സ്ഥാപനമുള്ള ഒരു ചെറിയ ടൗണാണ് പിറവം. എന്ന് വെച്ചാൽ എറണാകുളത്ത് എന്തൊക്കെ സാധനങ്ങൾ കിട്ടുമോ അത് പിറവത്ത് കിട്ടും. അപ്പോൾ അങ്ങനെ വ്യാപാര സമുച്ചയങ്ങൾ ധാരാളമുണ്ട് അവിടെ മാമലശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂൾ തല വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പഠിക്കാൻ ഒരു ആവറേജ് ആയിരുന്നു. അതിനുശേഷം പിന്നീട് ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് മണിമലക്കുന്ന് ഗവൺമെന്റ് കോളേജിലാണ്. അതിനുശേഷം കുടുംബശ്രീ മിഷനിൽ താൽക്കാലിക നിയമനം ലഭിച്ചു. ആ നിയമനത്തിന്റെ ഇടയിൽ കുടുംബശ്രീയുടെ ആചാര്യനായ ശ്രീ ടി.കെ. ജോസ് IAS പരിചയപ്പെട്ടു. അവിടെ മുതൽ അദ്ദേഹവുമായിട്ടുള്ള സൗഹൃദം, അദ്ദേഹം ഉണ്ടാക്കി തന്ന കുറെ സൗഹൃദങ്ങൾ, അദ്ദേഹം പറഞ്ഞു തന്ന വാചകങ്ങൾ, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇന്ന് കേരള പോലീസിന്റെ സെൻട്രൽ റീജിയനിലെ ജനമൈത്രി പ്രൊജക്റ്റിലെ ട്രെയിനറാണ്. അപ്പോൾ എന്നെ ഒരു നല്ല സുഹൃത്തായിട്ട് കാണുക. ആർ യു റെഡി? ഇവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് മേടിക്കാം. എന്താ കാരണം എന്നറിയാവോ? ഒരാൾ അങ്ങനെ എടുക്കുന്നതിന്റെ ഇടയിൽ ആ പറയുന്ന കാര്യങ്ങൾ കൈവിട്ടു പോകും. അപ്പൊ അത് വേണ്ട. നമുക്കിവിടെ അതിന് വേണ്ടിയിട്ടുള്ള അംഗങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ക്ലാസ് ആരംഭിച്ചാലോ? ആർ യു റെഡി? അതെ. പിന്നെ MBA MSW ഞാൻ പൂർത്തിയാക്കിയത് രാജഗിരി കോളേജിൽ 6.5 വർഷം പഠിച്ചു. സൈക്കോളജിയിൽ ബിരുദാനന്തര ബിരുദം എടുത്തു. അതിൽ സ്പെഷ്യലൈസിങ് ഫോർ മൈൻഡ് റീഡിങ്ങിന്റെ പ്രത്യേകത എന്താ? ഒരാളുടെ ഇരിപ്പ്, മട്ട്, ഭാവം, അയാളുടെ കൈകാലുകളുടെ ചലനം, കണ്ണിൽ ഒരാളൊന്ന് കൈപൊക്കുക ഏറ്റവും ബാക്കില്. അപ്പൊ നമുക്ക് തുടങ്ങാമോ? ഓക്കെ, ഫസ്റ്റ് ടാസ്ക് വരാൻ പോവാണ്. ഞാനിപ്പോ ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. ആ മ്യൂസിക്കിനനുസരിച്ച് നല്ലപോലെ കൈയടിക്കുക. എന്ത് ചെയ്യണമെന്നാ പറഞ്ഞേ? നല്ലപോലെ കൈയടിക്കുക. കൈയടിക്കുമ്പോ കൈയുടെ പൊസിഷനൊക്കെ വളരെ നിർണായകോ. ഓക്കെ, 1 2 3. ഓക്കെ, സ്റ്റാർട്ട് our clapping. Come on everybody. കൈയടിച്ചത് അവനവന്റെ നേടാനുണ്ട്. അപ്പോ ഇന്ന് മുതൽ ഒരു കസ്റ്റമർ വരുമ്പോ ആദ്യം കൊടുക്കേണ്ട പ്രോഡക്റ്റ് എന്താ? ഉറക്കെ പറ. എന്താ? അപ്പൊ ആ ചിരിയായിരിക്കണം അവർക്ക് ആദ്യം കിട്ടേണ്ട, വേതനമില്ലാതെ കിട്ടുന്ന പ്രോഡക്റ്റ്. വരുന്ന വഴി ഒരു ചിരി. അടുത്ത സെന്റൻസിലേക്ക് പോവാം. പ്രകൃതിക്ക് നിലനിൽക്കാൻ. ഉറക്കെ പറയൂ. മനുഷ്യരെ ആവശ്യമില്ല, എന്നാൽ മനുഷ്യന് നിലനിൽക്കാൻ
പ്രകൃതി അനിവാര്യമാണ്. ഒരു കഷണം വിറക്, ഉച്ച കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലോ, ഉച്ച കൂടി വരാനാ ഞാൻ പറയുന്നത്. ഒരു കഷണം വിറക് ആർക്കും ചവിട്ടി ഓടിക്കാം, പക്ഷേ ഒരു കെട്ട് വിറക് ചവിട്ടി ഓടിക്കുക അസാധ്യമാണ്. അപ്പോ ഞാൻ ഇന്ന് വന്നപ്പോ ഇതിന്റെ അധികാരികളോട് പറഞ്ഞു, 4 വിഭാഗങ്ങളാണ് ഏറ്റവും കൂടുതൽ ക്ലേശം അനുഭവിക്കുന്നത്. 4 വ്യാപാരികൾ. മനസ്സിലായോ? എന്നുവെച്ചാൽ നല്ല മാനസിക ടെൻഷനുള്ള ഗ്രൂപ്പാണത്. ആണോ അല്ലയോ? ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ബാക്കിയുള്ളവർക്ക് ഇല്ല എന്നാണ് പറഞ്ഞത്, പക്ഷെ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നു. അപ്പോ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന കേരള പോലീസിന് തന്റെ ജോലി ചെയ്യുമ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും തൃപ്തിപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ നീതിയുടെ നിഷേധമില്ലാതെ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെങ്കിൽ കേരള പോലീസിന് ഏറ്റവും കൂടുതൽ വേണ്ടത് തെളിവുകളും സാഹചര്യങ്ങളുമാണ്. അത് വെച്ചിട്ട് മാത്രമാണ് ആ കേസ് കോടതിയിൽ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റൂ. കോടതിക്ക് ആവശ്യം തെളിവും സാഹചര്യവുമാണ്. അപ്പൊ നമുക്ക് അടുത്ത സെന്റൻസിലേക്ക് പോകാം. വളരെ ശ്രദ്ധിക്കുക, എന്നോടൊപ്പം പറയണ്ട, കേട്ടാ മതി. കാലഘട്ടത്തിനനുസരിച്ച് മാറുക, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്താ ഞാൻ പറഞ്ഞത്? കാലഘട്ടത്തിനനുസരിച്ച് മാറുക. ഞാൻ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്ന ഒരു നല്ല വ്യക്തിയാണ് എന്ന് സ്വയം തോന്നുന്നവർക്ക് വലത് കൈ ഉയർത്താം. ഞാൻ ആവർത്തിച്ചു പറയുന്നു, അമിത വേഗത വേണ്ട. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.